നമ്മുടെ ഫിഷ് മസാല വെച്ച് മീൻകറി വെക്കാനായിട്ട് ഞാൻ മീനൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ അയലയാണ് കിട്ടി. അപ്പോൾ അത് 2 ഞാൻ അവന്മാർക്ക് വറക്കാനെടുത്തു. ബാക്കി നമ്മുടെ മീൻകറിക്കുള്ള സാധനങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ട് ഒരു മുറി സവാള എടുത്തു. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ കടുകിട്ട് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കാൻ. നമ്മൾ ഉലുവയൊക്കെ അതിലിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനം എല്ലാം കൂടെ ഒന്ന് വഴട്ടിയെടുക്കാം. അപ്പം നമ്മളെന്നും ഞാൻ പറഞ്ഞില്ലേ മുളക് പൊടിയൊക്കെ ഇട്ട് മീൻകറി വെക്കുന്നത്, ഇന്നൊരു വെറൈറ്റി ടേസ്റ്റ് ആയിക്കോട്ടെ. അപ്പം ഇനി മീൻകറി വെച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്ന ഉടനെ ഹസ് എന്തുവാ പറയുന്നതെന്നൊന്നും അറിയത്തില്ല കേട്ടോ. എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും, അത് പിന്നെ സാരമില്ല. നമുക്ക് ശീലമായതുകൊണ്ട് പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയിട്ട് നമ്മുടെ ഫിഷ് മസാലയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി അങ്ങോട്ട് മുരിക്കാൻ നിൽക്കണ്ട, കാരണം നല്ലതായിട്ട് വറുത്ത് പൊടിച്ചതായതുകൊണ്ടേ. നമ്മുടെ ഫിഷ് മസാല ഏകദേശം ഒരു 2.25 സ്പൂണ് ഞാൻ അങ്ങോട്ട് ഇടുന്നുണ്ട്. മുളക് പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് കുരുമുളകിൻ്റെ ഒക്കെ എരിയുണ്ട്. അയലയും കൂടെ അല്ലേ, അപ്പം നല്ല കുരുമുളകിൻ്റെ ഒരു ഇതുണ്ട്. കണ്ടോ, നല്ല മൂത്ത് വന്നപ്പോൾ നല്ല കളറ്, നമ്മുടെ അടിപൊളി കളറ്. പിന്നെ ഇപ്പം മസാല അങ്ങോട്ട് ഇട്ടപ്പോഴും വെള്ളം ഒഴിച്ചപ്പോഴും ഒരു മണമെന്ന് വെച്ചാൽ ആ ജീരകത്തിൻ്റെയും പെരുംജീരകത്തിൻ്റെയും ഒരു മണം വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ, ഞാനിനി ഫിഷ് മസാല ഉണ്ടാക്കുമ്പം ജീരകവും ഗരം മസാലയും ഇടും, ഒരു നുള്ളു വീതം ഒന്ന് കുറയ്ക്കും, അത്രയേ ഉള്ളൂ. അതിന് പകരം നമുക്ക് കൊഴുപ്പ് കിട്ടാൻ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ മീൻ അങ്ങോട്ട് പറക്കി ഇടട്ടെ. അതങ്ങോട്ട് കിടന്ന് തിളച്ച് കുറുകി വറ്റി അങ്ങോട്ട് വരട്ടെ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിയൊക്കെ എടുത്താലും ഇടയ്ക്കൊരു ഏകദേശം ഒരു 4 തവണയെങ്കിലും ഉപ്പ് നോക്കും കേട്ടോ, ഉപ്പും പുളിയൊക്കെ. അല്ലാതെ ഒറ്റ പ്രാവശ്യം ഒന്നും ഇടുമ്പോൾ ചില സമയത്തൊന്നും റെഡി ആവത്തില്ല. അപ്പം നമ്മുടെ മീൻ കറി കണ്ടോ, നല്ല കുറുകി വറ്റി നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ്. അപ്പം ഫിഷ് മസാല എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കിയിട്ടൊന്ന് മീൻ കറി ഒന്ന് വെച്ച് നോക്കണം. അപ്പം വെറൈറ്റി ഒരു ടേസ്റ്റ് കണ്ടോ, അടിപൊളി അയലക്കറി, നല്ലൊരു കളറും ഒക്കെ ആയിട്ട്. അപ്പോൾ ടാറ്റാ ബൈ, വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം. ഓക്കേ.